السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെയുള്ള അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നിസ്കാരത്തിലെ ഇരുത്തം നമുക്ക് ഫറളായ ഇരുത്തമുണ്ട്, സുന്നത്തായ ഇരുത്തമുണ്ട്. ആദ്യത്തെ അത്തഹിയാത്ത്, ആ അത്തഹിയാത്തിന് വേണ്ടിയുള്ള ഇരുത്തം, ഇതൊക്കെ അബ്ആദ് സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരാള് അത് ഒഴിവാക്കി, മനഃപൂർവമോ മറന്നുകൊണ്ടോ ഒഴിവാക്കി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. അയാൾ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. ഈ സഹ്വിന്റെ സുജൂദ് ചെയ്തില്ല എന്നതുകൊണ്ടും നിസ്കാരം ബാത്തിലാവൂല. എന്നാൽ നിസ്കാരത്തിലെ ഫറളായ ഇരുത്തമാണ് ഒടുവിലത്തെ അത്തഹിയാത്തിന് വേണ്ടിയുള്ള ഇരുത്തം. അത് ഫറളായ ഇരുത്തമാണ്. അതുപോലെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിനെ പറ്റി ഇടയിലുള്ള ഇരുത്തം എന്നാണ് പറയുക. നേരെ മറിച്ച് ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പുള്ള ഇരുത്തം, ആ ഇരുത്തത്തിനേക്ക് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയുക. ആ ഇരുത്തം ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഉള്ള ആ ഇരുത്തം ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഉള്ള ആ ഇരുത്തവും ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് അതിന് പറയുക. ഇരിക്കാം, ഇരിക്കാതിരിക്കാം, സുന്നത്തേ ഉള്ളൂ. ഈ ഇരുത്തം ഫർളായ സ്ഥലങ്ങളിലും സുന്നത്തായ സ്ഥലങ്ങളിലുമുള്ള ഇരുത്തം ഏതു കോലത്തിലും ആകാം. എങ്ങനെ ഇരിക്കാം, ഇരുത്തം ആകണമെന്നേ ഉള്ളൂ. എങ്ങനെയും ഇരിക്കാം. പക്ഷേ അതിൽ സുന്നത്തായ രൂപം. 4 റക്അത്ത് നിസ്കാരത്തിൽ 666 സുന്നത്തുകൾ വരും. 666 സുന്നത്തുകൾ വരുമെന്നും ആ സുന്നത്തുകൾ മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. 666 സുന്നത്തുകൾ. ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരുപാട് സുന്നത്തുകൾ പോവുകയാണ്. ഈ സുന്നത്തുകൾ മുഴുവനും എടുത്തിട്ടാണ് സ്വാലിഹ്യങ്ങളും ഔലിയാക്കന്മാരുമായ ആൾക്കാർ നിസ്കരിക്കലും അതിനവർ സമയം കണ്ടെത്തും. അത് അവർക്ക് വലിയ ആനന്ദവും സന്തോഷവുമാണ്. ആ സുന്നത്തുകളൊക്കെ പരിപൂർണമായ രൂപത്തിൽ നിസ്കരിക്കുമ്പോൾ അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മാതിരി ആവുമല്ലോ. അതാണല്ലോ വേണ്ടത്. നമ്മൾ നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മാതിരി ആയി കിട്ടലാണല്ലോ ഇപ്പൊ നമ്മുടെ ആവശ്യം. അപ്പൊ അതിന് ഈ സുന്നത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അങ്ങനെ പാർട്ടായിട്ട് ആ 666 സുന്നത്തുകളും നമുക്ക് ചർച്ച ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഏത് രൂപത്തിലും ഇരിക്കാം. എന്നാൽ ഈ ചമ്രം പടിഞ്ഞിട്ട് ഇരിക്കാം, കാല് നീട്ടിയിട്ട് ഇരിക്കാം, ചാരിയിട്ട് ഇരിക്കാം, ഇരിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ഒന്നാമത്തെ അത്തഹിയാത്തില് ഇടത്തെ കാലിന്റെ മേൽ ചന്തി വെച്ച് വലത്തെ കാല് കുത്തിവെക്കുക, അതാണ് സുന്നത്ത്. അതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയും. ഒന്നാമത്തെ അത്തഹിയാത്തിൽ അങ്ങനെയാ ചെയ്യേണ്ടത്. ഇടത്തെ കാലിന്റെ മേലിൽ ഇരിക്കുക എന്ന് വെച്ചാൽ ചന്തി ആ ഇടത്തെ കാലിന്റെ മേലിലാവുക. വലത്തെ കാല് കുത്തിവെക്കുക എന്നാണ്. ഇങ്ങനെ വെക്കണം എന്നാണ്. കാരണം വിരലുകൾ മുഴുവനും ഖിബലയിലേക്കാകുന്ന രൂപത്തിൽ വെക്കണം എന്നാണ്. വിരലുകൾ ഖിബലയിലെ ഇങ്ങനെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ വെക്കണം എന്നാണ്. കാലിന്റെ വിരലുകൾ അങ്ങനെ ശീലിച്ചാൽ നടക്കും. പരമാവധി അങ്ങനെ ചെയ്തോളൂ. അങ്ങനെ വെക്കുമ്പോൾ
വിരലുകൾ മുഴുവനും മുന്നിൽ വെക്കുക, കിബിലയിലേക്കാവും. ആ രൂപത്തിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കണം, വെക്കണം. പരിചയമുള്ള ആൾക്കാർക്ക് അത് കറക്റ്റ് നടക്കും. ശീലം നേരത്തെ ശീലിച്ച ആൾക്കാർക്ക് കറക്റ്റായിട്ട് നടക്കും. ഓൽക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഓല അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. മറ്റവർക്ക് ഇങ്ങനെയും വെക്കും, ഇങ്ങനെയും വെക്കും, ഇങ്ങനെയൊക്കെ വെക്കും. ചിലപ്പോൾ കാലിന് മുട്ടുവേദന മറ്റുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ കഴിയില്ല. അപ്പോൾ കഴിവിന്റെ പരമാവധി അങ്ങനെ തന്നെ വെക്കണം. ആ ഇരുത്തത്തിലും ഒടുവിലത്തെ തയ്യാത്തിന്റെ ഇരുത്തത്തിലും സുജൂദിലൊക്കെ അങ്ങനെ തന്നെ വെക്കണം. കാരണം ഈ വിരലുകൾ തിബിലയിലേക്കാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒടുവിലത്തെ തഹിയാത്തിലും ഈ ആദ്യത്തെ തഹിയാത്തിൽ മാത്രമല്ല, സഹ്വിന്റെ സുജൂദ്, ആ സഹ്വിന്റെ സുജൂദ് ശേഷം ചെയ്യാനുള്ള ഇരുത്തത്തിലും അങ്ങനെ തന്നെ ഇരിക്കേണ്ടത്. സഹ്വിന്റെ സുജൂദ് ശേഷം വരുന്നുണ്ട് നിസ്കാരത്തിൽ, ഇവനക്ക് സഹ്വിന്റെ സുജൂദ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഇരുത്തം അതൊരു പക്ഷെ അവന്റെ അവസാനത്തെ തഹിയാത്താകും. അവസാനത്തെ തഹിയാത്താകും ചിലപ്പോൾ ആ ഇരുത്തം. എന്നിരുന്നാലും അവിടെ ഇരിക്കൽ സുന്നത്തായ രൂപമുള്ളത് നമ്മൾ ആദ്യത്തെ തയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇടത്തേ കാല് ആ ഇടത്തേ കാലിന് മേൽ ചന്തി വെച്ച് വലത്തേ കാല് ഇങ്ങനെ നാട്ടി വെച്ച് അങ്ങനെയാണ് ഇരിക്കൽ സുന്നത്തുള്ളത്. സഹുവിന്റെ സുജൂദ് ഇമാമ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഇമാമിന് മറവി സംഭവിച്ചു, ബഅദ് സുന്നത്ത് ഇമാമ് മറന്നുപോയി, അങ്ങനെ ഇമാമിന് മറവി സംഭവിച്ചു. മറവി സംഭവിച്ചു കഴിഞ്ഞാൽ ബഅദ് സുന്നത്താവുമ്പോൾ ഇപ്പൊ ഇന്ന് ഖുനൂത്ത് ഒഴിവാക്കി. അപ്പോൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലി ഉണർത്താനുള്ള അവകാശം നമുക്ക് അവിടെ ഇല്ല. ബഅദ് സുന്നത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലി, കാരണം അത് ഒഴിവാക്കാവുന്നതാണ്, മനഃപൂർവ്വം ഒഴിവാക്കാം, മറന്നുകൊണ്ടും ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ അതിന് പിന്നെ ഇമാമിനെ ഉണർത്തേണ്ട ഒരു ആവശ്യമില്ല. ഇമാമിനും ആർക്കും അത് ചോയ്സ് ഉള്ളതാണ്, ഒഴിവാക്കുകയും ചെയ്യും ഒഴിവാക്കാതിരിക്കുകയും ചെയ്യും. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉണർത്തേണ്ടത്. ഇമാമ് അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഇമാമ് മറന്നുകൊണ്ടിട്ട് മൂന്നാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിന് ഇരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ വന്നാൽ അത് ഇമാം ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഇമാമിന് നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലി നമ്മൾ ഉണർത്തേണ്ടതാണ്. പക്ഷേ ഇമാമ് ബഅദ് സുന്നത്താകുന്ന ഖുനൂത്ത് ഒഴിവാക്കി എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ അവിടെ സുന്നത്തായ രൂപം ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് സഹ്വിന്റെ സുജൂദ് ചെയ്തതിന് ശേഷം പിന്നെ ഒടുവിലത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് സലാം വീട്ടലാണ് അവിടെ സുന്നത്തായ രൂപം. എങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, അവിടെ സുന്നത്തായ രൂപം അതാണ്. ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും മഅ്മൂമിന് ചെയ്യൽ സുന്നത്താണ്. ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യാതെ, കാരണം ഇമാമിനെ മറന്നെന്ന് ചിലപ്പോൾ നിശ്ചയം ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവാനോ. ഇമാമ് ഖുനൂത്ത് ഒഴിവാക്കി, പക്ഷെ ഇമാമിനെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് ഓർമ്മ തന്നെ വന്നില്ല, അപ്പൊ അയാൾ സലാം വീട്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ മഅ്മൂമിങ്ങൾക്ക് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇമാമ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ മഅ്മൂമിങ്ങൾക്ക് ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഇമാമ് ബഅദ് സുന്നത്ത് ഒഴിവാക്കി എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ മഅ്മൂമിങ്ങൾ ഇരിക്കേണ്ട സുന്നത്തായ രൂപം ഒടുവിലത്തെ തയ്യാത്തിന് ഇരിക്കുന്നത് പോലെ അല്ല ഇരിക്കേണ്ടത്. പിന്നെ എങ്ങനെ ഇരിക്കണം? ആദ്യത്തെ തയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്ന് സഹ്വിന്റെ സുജൂദ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒടുവിലത്തെ തയ്യാത്തിന് ഇരിക്കുന്ന രൂപത്തിൽ ഇരിക്കേണ്ടത്. പിന്നെ അങ്ങനെയാണ്. ഇനി ഒരാൾ ആ സുന്നത്തായ രൂപത്തിൽ ഇരുന്നില്ല എങ്കിൽ ഇടക്ക് വെച്ച് ആ സുന്നത്തായ രൂപത്തിലേക്ക് മാറാവുന്നതാണ്. അതിനും വിരോധമില്ല, ഇടക്ക് വെച്ച് സുന്നത്തായ രൂപത്തിലേക്ക് മാറാവുന്നതാണ്. അപ്പൊ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട ഒരാൾ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ ഇടക്ക് വെച്ച് അയാൾക്ക് മാറാവുന്നതാണ്. അതേപോലെ തന്നെ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കേണ്ട ഘട്ടം ഇപ്പൊ ഇന്നിപ്പോ അങ്ങനെ സംഭവിച്ചു. അപ്പൊ പിന്നെ ഈ ഒടുവിലത്തെ അത്തഹിയാത്തിൽ നമ്മളൊക്കെ ഇരിക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെയാണ് നമ്മളൊക്കെ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്നില്ല, ഇടക്ക് വെച്ച് അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആകാം, അതിന് വിരോധമില്ല. പക്ഷെ മൂന്നനക്കം അനങ്ങാൻ പാടില്ല, മൂന്നനക്കം അനങ്ങാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാനൊരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് സംശയമുണ്ട് എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോ മുന്നോട്ട് കൂടുതൽ ആയാനും പാടില്ല. ഒരാള് ആദ്യത്തെ തഹ്യാത്തിൽ ഇങ്ങനെ ഇരുന്നു,
ഇങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത്. ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ അവനക്ക് മനസ്സിലായി അങ്ങനല്ലല്ലോ ഇരിക്കേണ്ടത്. അപ്പൊ പിന്നെ ഇങ്ങനെ ഇരുന്ന നിസ്കാരം ബാത്തിലായി. പിന്നെന്താ കാട്ടേണ്ടത്? എന്നാ കാട്ടേണ്ടത്? കാലിന് മുട്ട വേദന ഉണ്ടാകുന്നുണ്ടല്ലോ, പെട്ടെന്നാവും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ നിസ്കാരം ബാത്തിലായി. അവന് ഇരിക്കേണ്ടത് എങ്ങനെയാ? ഇരിക്കേണ്ടത് ഈ നെറ്റിത്തടം, ഈ ഭാഗം ഈ കാലിന്റെ മുന്നിലേക്ക് വരാതെ. ഈ കാലിന്റെ മുന്നിലേക്ക് വന്നെന്താ സംഭവിക്കുക? അത് റുക്കുവായി. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുവായി. ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ റുക്കുവായാൽ ഒരു ഫർള് കൂടുതലാക്കലായി. ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ റുക്കുവായി കഴിഞ്ഞാൽ ഫർള് കൂടുതലായി. ഇപ്പൊ ഇരിക്കല്ലേ പോലെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുവായി. അപ്പൊ ഇങ്ങനെ ആവാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ എന്ത് ചെയ്യാ, അങ്ങനെ ആക്കിക്കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഇത് ചെയ്യണ്ട. അങ്ങനെ ഇരുന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ നിസ്കാരത്തില് ഇരുത്തത്തില് ഏത് ഇരുത്തും ആവാം. ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിസ്കാരം ബാത്തിലാകുന്ന കാര്യം ചെയ്യാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ പറയാം. അത് ശ്രദ്ധിച്ചിട്ട് ഈ തലഭാഗം ഈ മുന്നിൽ ആവാത്ത രൂപത്തിൽ ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യണം, മാറും. രണ്ടത്തഹിയ്യാത്തിലേക്കും അങ്ങനെ മാറാം. ഇനിയിപ്പോ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഒടുവിലത്തെ അത്തഹിയ്യാത്തിൽ അവൻ ഇങ്ങനെ ഇരുന്നു, ഒടുവിലത്തെ അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരുന്നു, ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കണ മാതിരി ഇരുന്നാലോ അപ്പൊ പിന്നെ സുഖമാണ് മാറാൻ. ഇങ്ങനെ അത് മാറി നേരെ വെച്ച് ഇങ്ങനെ ഇരുന്ന ആള് ഇങ്ങനെ ഇരുന്നിക്കണം. ഓന്റെ ഒടുവിലത്തെ അത്തഹിയ്യാത്തിൽ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നാലോ നിസ്കാരം ബാത്തിലായി. അതെന്തുകൊണ്ട്? നിസ്കാരം ബാത്തിലാകുന്നത് മനഃപൂർവം ഒരു റുക്കൂ അവിടെ വർദ്ധിപ്പിക്കൽ വേണം. ഈ ഒരു കർശനത എന്തിനാന്നറിയോ? ഈ ഒരു കർശനത നിസ്കാരത്തില് അതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന രൂപം, ആ രൂപം തന്നെ ആവണം എന്നത് നിസ്കാരത്തിൽ വളരെ നിഷ്കർഷിക്കപ്പെട്ടതാണ്. അത് നിസ്കാരത്തിന്റെ രൂപത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. ആ രൂപത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തത് അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആകണം. അതിന് വരുത്താൻ പാടില്ല, മാറ്റം വരുത്താൻ പാടില്ല. ആ ഒരു കർശനത ഉള്ളത് കൊണ്ടിട്ടാണ് മഹാന്മാരായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ രൂപത്തിൽ എന്ത് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ കർശനത ഉള്ളതുകൊണ്ടിട്ടാണ്. കുഴപ്പമൊന്നുമില്ല. ഇരുത്തെങ്ങനെയാവാം. അയാൾക്കിപ്പോ അങ്ങനല്ലേ കഴിയുള്ളൂ. അപ്പൊ അയാളെ ഇരുത്തം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനല്ല. മറ്റത് അയാൾ ഇരുത്തം അങ്ങനല്ല. അയാളുടെ ഇരുത്തം ശരിയായിട്ടാണ്. പക്ഷെ അയാൾ മറ്റൊരു ഇരുത്തത്തിലേക്ക് നീങ്ങുമ്പോൾ റുക്കുവിന്റെ ഒരു ആകൃതി വരികയാണ്. ഇത് ഇയാള് ഓൾറെഡി തന്നെ റുക്കുവിന്റെ ആകൃതിയിലുള്ളത്. തുടക്കം മുതലേ അയാള് ആ ആകൃതിയിലാണുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. അത് ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. അത് ഇരുത്തത്തിലുള്ള റുക്കുവിന്റെ ആ ഇരുത്തം ഇരിക്കുന്ന മാതിരി ഇങ്ങനെ ഇരിക്കും. അയാൾ തുടക്കം മുതലേ അങ്ങനെ തന്നെയാണല്ലോ. എന്നല്ല അത് ചേഞ്ച് ചെയ്തതല്ലല്ലോ. അപ്പൊ അതിന് വിരോധമില്ല. ഇരുത്തം എങ്ങനെയാകാം, അതിന് വിരോധമില്ല. ചില ആൾക്കാർ ചമ്രം പടിഞ്ഞിരിക്കുന്നത്, കാലുകൊണ്ട് വയ്യാത്തോണ്ട് അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന തന്നെ ചമ്രം പടിഞ്ഞിട്ടിരിക്കും. അതിന് വിരോധമില്ല. ഇടയ്ക്ക് വെച്ച് ആ ഒരു വിഷയം പറഞ്ഞു എന്ന് മാത്രം. ഇനി പറയാനുള്ളത് അഹ്ലുബൈത്ത്. ഈ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാ? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും ബിർരിജ്സ അഹ്ലൽ ബൈത്ത്. വിശുദ്ധ ഖുർആനിൽ അഹ്ലുബൈത്ത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും ബിർരിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറ എന്ന് അഹ്ലുബൈത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ഇവരിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട്, അഥവാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കളിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ആ സന്താനങ്ങൾക്കാണ് അഹ്ലുബൈത്ത് എന്ന് പറയാം.
അതെന്തേ അങ്ങനെയെന്നുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 മക്കളെ കൊടുത്തിട്ട് അതില് റസൂലുള്ളാഹിന്റെ ഏറ്റവും മൂത്ത കുട്ടി സൈനബ ബീവിയാണ്. ഏറ്റവും ചെറിയ കുട്ടി ഇബ്രാഹിം എന്ന കുട്ടിയാണ്. ഏറ്റവും ചെറിയ ആള്, ഏറ്റവും മൂത്ത ആള് സൈനബ ബീവിയാണ്. പിന്നെ ഏറ്റവും ചെറിയ ആള് ഇബ്രാഹിം എന്ന കുട്ടിയാണ്. ഈ ഇബ്രാഹിം എന്ന കുട്ടി പ്രസവിക്കപ്പെടുമ്പോ ഇബ്രാഹിം എന്ന കുട്ടിക്ക് ഒരൊറ്റ പെങ്ങളാകുന്ന ഫാത്തിമ ബീവി മാത്രമേ അപ്പം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള 5 ആളും മരിച്ചുപോയി. സൈനബ ബീവി മരിച്ചു, ഉമ്മു കുൽസൂം മരിച്ചു, റുഖിയ ബീവി മരിച്ചു, അബ്ദുള്ള എന്ന കുട്ടി മരിച്ചു, ഖാസിം എന്ന കുട്ടി മരിച്ചു. 5 കുട്ടികളും മരിച്ചതിന് ശേഷമാണ് പിന്നെ ഫാത്തിമ ബീവി മാത്രമുണ്ട്. അപ്പോഴാണ് ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുന്നത്. 3 പെങ്ങന്മാരും മരിച്ചു, 2 ജ്യേഷ്ഠന്മാരും മരിച്ചതിന് ശേഷമാണ് ഈ കുട്ടി ജനിക്കുന്നത്. ആ കുട്ടിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വലിയ രൂപസാദൃശ്യത ഉണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസമായി. ആ കുട്ടി രോഗം പിടിച്ച് അത്യാസന്ന നിലയിലാണ് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ നടന്നു പോകാൻ വരെ പ്രയാസമായി. വേദന, മാനസികമായി വല്ലാതെ വേദന വന്ന് വിഷമിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈ പിടിച്ചിട്ടാണ് റസൂലുള്ളാഹി പോയത് ആ കുട്ടിനെ കാണാൻ വേണ്ടി. എന്നിട്ട് ആ കുട്ടീനെ അടുത്ത് മടിയിൽ വെച്ചിട്ട് കണ്ണുനീര് വന്നിരുന്ന സംഭവം കിതാബ് കാണാൻ സാധിക്കും. ആ കുട്ടിക്ക് അത്രക്ക് റസൂലുള്ളാഹിയോട് സാദൃശ്യം ഉണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചു. അപ്പൊ അതില് ഈ 3 ആൺകുട്ടികളും നേരത്തെ മരിച്ചുപോയി. 3 വയസ്സിന്റെ മുമ്പ് തന്നെ മരിച്ചുപോയിട്ട് ആ ആൺകുട്ടികൾക്കൊന്നും സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. അവർ നേരത്തെ മരിച്ചുപോയില്ലേ. പിന്നെ റസൂലുള്ളാഹിന്റെ ഫാത്തിമ ബീവി അല്ലാത്ത 3 പെൺകുട്ടികൾ. ഫാത്തിമ ബീവിയെ സംബന്ധിച്ച് നമുക്ക് പറയാം. ഫാത്തിമ ബീവി അല്ലാത്ത സൈനബ് എന്ന് പറയുന്ന മൂത്ത മോള്, ആ മോളെ അബുൽ ആസി ബിൻ റബീ റളിയല്ലാഹു അൻഹു അവര് കല്യാണം കഴിച്ചിരുന്നു. അതിൽ 2 മക്കളുണ്ടായി. ഒന്ന് ഉമാമത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അലി എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയും ഉണ്ടായി. ഈ അലി എന്ന് പറഞ്ഞ ആൺകുട്ടി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ആ കുട്ടി മരിച്ചുപോയി. ആ അലി മരിച്ചുപോയി. പിന്നെ ഈ ഉമാമത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുള്ളത് സൈനബ ബീവി. ആ ഉമാമത്തിനെ പിന്നീട് അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിന്റെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അതൊന്നും സന്താന പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ സൈനബ ബീവിക്ക് റസൂലുള്ളാഹിന്റെ മൂത്ത കുട്ടിക്ക് സന്താന പരമ്പര നിലവിലില്ല. ഒന്ന് ആൺകുട്ടി പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി. പെൺകുട്ടിക്കും സന്താന പരമ്പര ഇല്ല. മൂത്ത കുട്ടിക്ക് സന്താന പരമ്പര ഇല്ല. പിന്നെ 2 കുട്ടികൾ ഉമ്മു കുൽസൂമും റുഖയ്യ ബീവിയാണ്. ഇതില് റുഖയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനക്ക് റുഖയ്യ ബീവിനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിന്റെ കണ്ണിൽ കോഴി കുത്തി. ഒരു 6 വയസ്സ് ആവുന്ന സമയത്ത് കോഴി കുത്തിയിട്ട് ആ രോഗം പിടിച്ചിട്ട് ആ കുട്ടി മരിച്ചു. ഉമ്മു കുൽസൂം റുഖയ്യ ബീവിക്ക് ആകെ ഉണ്ടായ ഒരു കുട്ടി അബ്ദുള്ള എന്ന കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ മരിച്ചു. അതൊക്കെ റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തന്നെയാണ്. ഈ മരിക്കണമൊക്കെ റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തന്നെ. പിന്നെ റുഖയ്യ ബീവിക്ക് കുട്ടികളുണ്ടായിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ മൂത്ത മകൾ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സന്താന പരമ്പര ഇല്ല. 2 മക്കളെ ഉണ്ടായിട്ടുള്ളൂ. റുഖയ്യ ബീവിക്ക് ഒരു മോനെ ഉണ്ടായിട്ടുള്ളൂ. ആ മോനും ഇങ്ങനെ മരിച്ചുപോയി. പിന്നെ ഉമ്മു കുൽസൂമാണ്. ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് കല്യാണം കഴിച്ചത്. കുടുംബജീവിതത്തിലെ ധാരാളം പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം മനസ്സിലാക്കിയാൽ പരിഹാരം കിട്ടും. കുടുംബജീവിതം ഇങ്ങനൊക്കെയാണ്. എല്ലാ മക്കളും കെട്ടിച്ചുകൊടുത്ത് ഒരേമാതിരി സുഖം ഉണ്ടാവില്ല. അതേമാതിരി കെട്ടിക്കൊടുത്ത മരുമക്കളൊക്കെ ഒരേ കോലത്തിലാവൂല. അതിലൊക്കെ പല രൂപങ്ങളുണ്ടാവും. അങ്ങനെയാണ് അള്ളാഹു ദുനിയാവ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടും. മൂത്ത മോൾക്ക് 2 കുട്ടികളെ ഉണ്ടായുള്ളൂ. ആ 2 കുട്ടികൾക്കും സന്താന പരമ്പര ഉണ്ടായില്ല. റുഖയ്യ ബീവിക്ക് ഒരു മോനെ ഉണ്ടായുള്ളൂ. ആ മോനെ അബ്ദുള്ള, അതും 6 വയസ്സായപ്പോത്തിന് മരിച്ചുപോയി. പിന്നെ ഉമ്മു കുൽസൂം അവർക്ക് മക്കളെ ഉണ്ടായിട്ടില്ല.
റസൂലുള്ളാഹിന്റെ മോൾ ഉമ്മു കുൽസൂമിന് മക്കൾ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ആ സന്താന പരമ്പര ഫാത്തിമ ബീവിലൂടെ നിൽക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് 6 മക്കളുണ്ടായി. ഈ 6 മക്കളില് ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, റുഖയ്യ, സൈനബ്, ഉമ്മു കുൽസൂം, ആ പേരൊക്കെ അങ്ങനെ വിട്ടുകണ്. ആ പേര് ജ്യേഷ്ഠത്തിമാരെ അനുസ്മരിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ പേരിട്ടത്. ഇങ്ങനെ 6 കുട്ടികളുണ്ടായാല് ഈ മുഹ്സിനി എന്നുള്ള ആൺകുട്ടിയും റുഖയ്യ എന്നുള്ള പെൺകുട്ടിയും നേരത്തെ മരിച്ചുപോയി. അവരൊക്കെ മരിച്ചുപോയി. സാലിഹ്യങ്ങളുടെ ചരിത്രത്തിലൊക്കെ ഇങ്ങനെ കുട്ടികൾ പോലും ഇങ്ങനെ കുറെ മരിച്ചതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ സുലൈമാൻ ഉസ്താദിന് കുട്ടികൾ മരിച്ചിരിക്കുന്നു, AP ഉസ്താദിന് മരിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ ചരിത്രത്തിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും. അതിലും കുറെ സിറുകളുണ്ട്, കുറെ രഹസ്യങ്ങൾ അതിലുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ 2 കുട്ടികൾ മരിച്ചു. പിന്നെ ഹസൻ, ഹുസൈൻ എല്ലാവർക്കും പരിചയമുള്ള കുട്ടികളാണ്. പിന്നുള്ളത് ഒരു സൈനബ ബീവിയും ഒരു റുഖയ്യ ബീവിയുമാണ്. അതില് ഈ സൈനബ് എന്ന് പറയുന്നവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മകളാകുന്ന സൈനബ്, അതേപോലെ തന്നെ റുഖയ്യ എന്ന് പറയുന്ന ഈ 2 കുട്ടികൾ. അതിൽ ഈ റുഖയ്യ എന്ന് പറയുന്ന കുട്ടീനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചിരുന്നു. റുഖയ്യ എന്ന് പറയുന്ന കുട്ടി, അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൗരുഷവും അവന്റെ ശക്തിയും അതിന് പ്രായം ചിലപ്പോഴേ ഒരു പരിധിയാവുള്ളൂ. ചിലപ്പം പ്രായം പരിധിയല്ല. നല്ല 60-70 വയസ്സുള്ള ആള് നല്ല ആരോഗ്യവാനായിട്ട് കാണും. 30-40 വയസ്സുള്ളവന് ആരോഗ്യമില്ലാതെയും കാണും. നമ്മുടെ കാണുന്ന ഒന്നാണ്. 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മിനിഞ്ഞാന്ന് ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് മരിച്ചു. വെല്ലൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിന്റെ കുറെ ചികിത്സ ചെയ്തു. അപ്പോൾ അവന്റെ എളാപ്പ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഓന് അത്യാസന്ന നിലയിലാണ്, അതുകൊണ്ട് ഒന്നും വേണ്ട, ആ കുട്ടികൾക്ക് ഇപ്പാന്ന് വിളിക്കാൻ ഒരാളുണ്ടായാൽ മതി. ആ സങ്കടത്തിന്റെ ആഴം പറയണം. ഇപ്പാന്ന് വിളിക്കാൻ ഒരാളുണ്ടായാൽ മതി, ഒന്നും വേണ്ട. 35 ലക്ഷത്തോളം ഉറുപ്പിക ചെലവഴിച്ച് ചികിത്സിച്ച് കിടന്നു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പിരിവെടുത്ത് കൊടുത്തു. പക്ഷേ പിന്നെ പിറ്റേ ദിവസം കേൾക്കുന്നത് മരിച്ചു എന്നാണ് കേൾക്കുന്നത്. ഉസ്താദേ, മോ മരിച്ചു എന്ന് 2 ആളിലേക്ക് വിളിച്ച്, മോ മരിച്ചിട്ടോ അറിയാൻ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എന്താ നമ്മൾ ചെയ്യാ? അള്ളാഹുവിന്റെ 37 വയസ്സുള്ള ഓന്റെ വിവരം പറഞ്ഞത് എളാപ്പയാണ്. ഓന് 2 കുട്ടികളെ ഇട്ടിട്ട് എന്ത് ചെയ്തു? ഓൻ പോയി. അള്ളാഹു നമ്മളിലൊക്കെ എന്താ കണക്കാക്കിക്കണമെന്ന് അള്ളാഹു വേണം. അപ്പൊ ഈ നല്ല പ്രായമുള്ള ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. ചെറുപ്പക്കാരൻ ഇങ്ങനെയായിരിക്കും. അപ്പൊ വിവാഹത്തിന്റെ മാനദണ്ഡം പ്രായമൊന്നുമല്ല. വിവാഹത്തിന്റെ മാനദണ്ഡം പ്രായമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ 6-ാമത്തെ വയസ്സിൽ നിക്കാഹ് നടത്തിയെങ്കിലും കൂടി 9-ാമത്തെ വയസ്സിൽ ആയിഷ ബീവി ഒരു സ്ത്രീ ആയിട്ട്, പരിപൂർണ സ്ത്രീ ആയതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും ഒന്നിച്ച് ജീവിച്ചത് എന്ന് കിതാബുകളിലുണ്ട്. ഒരു ശാബത്തായതിന് ശേഷം എന്ന് കാണാം. എന്ന് വെച്ചാൽ ശുബൂബിയത്ത്, ആ ശബാബത്ത് പൂർത്തിയായി ഒരു പെണ്ണിനിക്ക് അത് മതി. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പെണ്ണായി, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ. അപ്പൊ അവളുടെ എല്ലാ വിഷയങ്ങളും പെണ്ണ് എന്ന നിലക്ക് പൂർത്തിയായി. വികാരം അവൾക്ക് ഉണ്ടാകും, പുരുഷനിലേക്ക് അവൾക്ക് താല്പര്യം ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും. പുരുഷനിക്ക് കുറച്ചുകൂടി കഴിയണം പ്രായപൂർത്തി എത്താൻ. 15 വയസ്സാവും. പെണ്ണിന് നേരത്തെയാവും. അങ്ങനെ അതിനുശേഷമാണ് 9 വയസ്സ് പൂർത്തിയായി ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ ഒരു യുവതിയായി എന്നത്. യുവതിയാകാൻ വയസ്സൊന്നുമില്ല, അത് പ്രായപൂർത്തി എന്നല്ല, അത് അള്ളാഹുവിന്റെ വക്കൽ നിന്നൊരു പ്രത്യേക സംവിധാനമാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവും. അങ്ങനെയാണ് ആ വീട്ടുകൂടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ചരിത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ, കാരണം ഇപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മകൾ, ആ മകൾ റുഖയ്യ ബീവിന്റെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മകളാണ് റുഖയ്യ ബീവി. റസൂലുള്ളാഹിന്റെ മോള് റുഖയ്യ ബീവി വേറുണ്ട്. ഈ റുഖയ്യ ബീവിനെ ഉമർ റളിയല്ലാഹു അൻഹുവാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ എത്ര ചെറുപ്പമായിരിക്കും.
അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നു. അതിൽ സെയ്ദ് അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരു ആൺകുട്ടിയും ജനിച്ചിട്ടുണ്ട്. സെയ്ദ് അക്ബർ എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. പക്ഷെ ആ ആൺകുട്ടിക്ക് പിന്നെ സന്താന പരമ്പരൊന്നും ഉണ്ടായിട്ടില്ല. ആ സെയ്ദ് അക്ബറിനൊക്കെ സന്താന പരമ്പരൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചരിത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ഒരു മാനദണ്ഡം ഇതാണ്. ഒരു പെണ്ണിനെ ഒരു പുരുഷൻ, ആ പുരുഷനിക്കും പ്രായപരിധി പറഞ്ഞില്ലേ, പെണ്ണിന്റെ പ്രായപൂർത്തി എന്നുള്ള പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പെണ്ണ് എല്ലാ നിലക്കും എന്തായി ഫിറ്റായി. പിന്നെ അങ്ങനെ വയസ്സ് കൂടാതിരിക്കുക. നമ്മളോടൊക്കെ നോക്കുമ്പോൾ കാണാം 13 വയസ്സിൽ 12 വയസ്സിൽ ഇന്നൊക്കെ കല്യാണങ്ങൾ ഇവിടെ നന്നായിട്ട് നടന്നതായിട്ട് കാണാം. എൻ്റെ അമ്മാനെ കല്യാണം കഴിക്കുമ്പോൾ അമ്മാക്ക് 14-ാമത്തെ വയസ്സാണ്, 14 വയസ്സായിട്ടില്ല. എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ 13 വയസ്സ്. നമുക്കിപ്പോൾ അത് ചിന്തിക്കാൻ കഴിയും, ഇപ്പൊ ചിന്തിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഇന്ന് ഈ കുട്ടിയെ കാണൂല്ല. ചിലപ്പോൾ ഉദയാപ്പിള വരുമ്പോഴത്തേന് ഓടും. അങ്ങനൊക്കെ ആയിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയാണ്. അപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മകളായ റുഖയ്യ ബീവി, ആ റുഖയ്യ ബീവിക്ക് സന്താന പരമ്പര ഉണ്ടായില്ല. പിന്നെ ഒരു മകളാണ് സൈനബ്. ആ സൈനബിനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ കല്യാണം കഴിച്ചു. അതിന് മക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ മക്കളെ സന്താന പരമ്പര ഇപ്പോ ലോകത്തുണ്ട്. ഫാത്തിമ ബീവിയുടെ ഫാത്തിമ ബീവിയുടെ മകൾ സൈനബ് എന്ന് പറയുന്നവരുടെ സന്താന പരമ്പരയും സയ്യിദന്മാരായ റസൂലുള്ളാഹിന്റെ കുടുംബമായിട്ട് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പരമ്പരയുണ്ട്. പിന്നെയാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു അവര് പ്രസവിക്കപ്പെടുന്നത്, ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസവിക്കപ്പെടുന്നത് ഹിജറ 3 റമദാൻ 25-നാണ് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസവിക്കപ്പെടുന്നത്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കപ്പെടുന്നതോ ഹിജറ 4-ലാണ്. ഹിജറ 4 ശഅബാനിലാണ്. അപ്പൊ അവര് തമ്മിൽ 11 മാസത്തെ വ്യത്യാസമുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു തമ്മിൽ 11 മാസത്തെ വ്യത്യാസമുണ്ട്. ശഅബാനിലാണ്, ശഅബാൻ 5-നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെടുന്നത്. ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനിക്ക് ഫാത്തിമാബിയുടെ മകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനിക്ക് 15 മക്കളുണ്ടായിരുന്നു. ആ 15 മക്കളിൽ സെയ്ദ് എന്നവർക്കും അതേപോലെ തന്നെ ആ 15 മക്കളിൽ സെയ്ദ് എന്നവർക്കും അൽ ഹസനുൽ മുസന്ന എന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട്. ഇവർക്ക് 2 പേർക്കുമാണ് സന്താനങ്ങളുണ്ട്. അപ്പൊ ഈ ഹസനുൽ മുസന്നയിലേക്കും സെയ്ദ് എന്നവരിലേക്കുമാണ് ഇപ്പോഴുള്ള സയ്യിദന്മാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ എത്തുന്നത്. നമ്മളെ സയ്യിദന്മാര് 500-ലധികം കബീലകളുണ്ട്, 500-ലധികം തറവാട്ടുകാരുണ്ട് സയ്യിദന്മാരായിട്ട്. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനിക്ക് 6 മക്കളുണ്ടായി. അപ്പൊ 6ഉം 15ഉം 21 മക്കൾ. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനിക്കാണ് ഈ സന്താന പരമ്പര നിലവിലുള്ളത്. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കളും. ഈ 2 മക്കളിലേക്കാണ് ഇന്നത്തെ റസൂലുള്ളാഹിന്റെ കുടുംബം മുഴുവനും എത്തുന്നത്. ഇന്ന് ആ കുടുംബം 500-ലധികം കബീലയായിട്ട് ലോകം ഒന്നായിട്ട് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബം വളർന്ന് പന്തലിച്ചത് പ്രവാചകന്മാരിൽ നിന്ന് റസൂലുള്ളാഹിക്ക് മാത്രമാണ്. വേറെ ആർക്കും അങ്ങനെ ഒരു കുടുംബം വളർന്ന് പന്തലിച്ചിട്ടില്ല. ലോകം മുഴുവനും ആ കുടുംബം ഉണ്ട്. എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈസാ നബിന്റെ മക്കൾ ഇവിടെ കാണുന്നില്ല, മൂസാ നബിന്റെ മക്കളെ കാണുന്നില്ല, ഒരു പ്രവാചകന്റെ മക്കളെയും കാണുന്നില്ല. ആരുമില്ല. ഈസാ നബിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല, ആരും കാണുന്നില്ല, ആർക്കും അവകാശപ്പെടാനില്ല. ഇനി മറ്റ് മതസ്ഥന്മാരായിരിക്കുന്ന ആൾക്കാർ, അവരുടെ നേതാക്കന്മാര്, ആ നേതാക്കന്മാരുടെ സന്താന പരമ്പരയും കാണുന്നില്ല. രാമന്റെ സന്താന പരമ്പര കാണുന്നില്ല, കൃഷ്ണന്റെ സന്താന പരമ്പര കാണുന്നില്ല. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പതുക്കെ പറയാം, ഗുരുവായൂരപ്പന്റെ സന്താന പരമ്പര കാണുന്നില്ല. അതൊക്കെ ഒരു മനുഷ്യന്മാർ തന്നെ ഉള്ളതൊക്കെ. അതൊക്കെ സംഗതി മനുഷ്യന്മാർക്ക് ദൈവ പരിവേഷം നടത്തിയതാണല്ലോ. അത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ചിന്തിക്കുമ്പോ ഐറ്റിങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പൊ അതുണ്ടോന്ന് പറയാനും കഴിയൂല. അത് സത്യാണോ മിഥ്യയാണോ വെറുതെ സങ്കല്പങ്ങളാണോ അല്ലാഹു അഅലം. പലതും സങ്കല്പങ്ങളാണ്. അങ്ങനത്തെ സാധനം തന്നെ ഉണ്ടായിട്ടില്ല. ഇതങ്ങനല്ല, ഇത് വളരെ വ്യക്തമാണ്. മറ്റ് പ്രവാചകന്മാരുടെ ഖബറിൽ തന്നെ ആ ഖബർ ഏതാണ്, എവിടെയാണ് എന്നൊക്കെ തന്നെ വ്യക്തമായി ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ ഖബർ വ്യക്തമായി കാണുന്നു, അവിടുത്തെ മക്കളെ വ്യക്തമായി കാണുന്നു. ഇത് വേറെ ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 7 മക്കളിൽ അവിടെ 4 പെൺകുട്ടികൾ
4 പെൺകുട്ടികളുടെ സന്താന പരമ്പര നിൽക്കുന്നത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പര ഇല്ല. റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു മോനെ ഉണ്ടായിട്ടുള്ളൂ. ഉമ്മു കുൽസൂമിന് സന്താനം തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ആൺകുട്ടികളൊക്കെ നേരത്തെ മരിച്ചുപോയി. പിന്നെ റസൂലുള്ളാഹിന്റെ പരമ്പര നിൽക്കുന്നത് ഫാത്തിമ ബീവിയിലൂടെയാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെ 6 മക്കളിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയും മകൾ സൈനബിലൂടെയും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം നിലനിൽക്കുന്നുണ്ട്. ഹിജറ 61 കർബലയിൽ വെച്ച് അതിദാരുണമായ വളരെ സങ്കടകരമായ ഒരു യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ അഹ്ലുബൈത്തിനെ തെരഞ്ഞുപിടിച്ച് വധിക്കുന്ന ഒരു രൂപമുണ്ടായി. കർബലയിൽ ഈ അഹ്ലുബൈത്തിനെതിരെ തിരിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. അത് ഇറാഖിലെ കർബലയിൽ വെച്ച് ആ നടന്ന യുദ്ധത്തില് 23 അഹ്ലുബൈത്തിൽപ്പെട്ട 23 ആൾക്കാർ മരിച്ചുപോയി. മരിക്കാതെ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ ഈ ഹസനുൽ മുസന്ന അഥവാ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസനുൽ മുസന്ന സൈനബ ബീവിന്റെ നഫീസ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബക്കാർ അവിടേക്ക് എത്തുന്നു. ആ ഹസനുൽ മുസന്നയിലേക്ക് ഈ ഹസനുൽ മുസന്ന കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊല്ലപ്പെട്ട റസൂലുള്ളാഹിന്റെ കുടുംബം അടക്കമുള്ള അഹ്ലുബൈത്ത് അടക്കമുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം മക്കൾ കൊല്ലപ്പെട്ടുകയാണ്, കർബലയിൽ കൊല്ലപ്പെട്ടുകയാണ്. അങ്ങനെ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ 18 19 വയസ്സ് ഉള്ള ഹസൻ മുസന്നെ കൊണ്ട് കെടുത്തിയിരുന്നു. മരിച്ചെന്ന് വിചാരിച്ചു കൊണ്ട് കെടുത്തി. അങ്ങനെ കുറച്ച് വീപ്പുണ്ട് എന്ന് കണ്ടിട്ട് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എടുത്തു കൊണ്ടുവന്ന് അങ്ങനെ നേരെ കൂഫയിൽ കൊണ്ടുപോയി 3 മാസത്തോളം ചികിത്സിച്ച്, അങ്ങനെ ചികിത്സിച്ചതിന് ശേഷം പിന്നെ മദീനത്തേക്ക് പോയതാണ് ഈ ഹസൻ മുസന്ന. അവരുടെ പരമ്പരയുള്ളത്. എന്തൊരു സങ്കടകരമായ വിഷയങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ കുടുംബ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂല് അനുഭവിച്ച വിഷമങ്ങൾ. ഒന്ന്, ഈ ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുമ്പോൾ തന്നെ 5 മക്കൾ മരിച്ചുപോയി. അത് വളരെ വ്യക്തമായി കിതാബിൽ കാണുകയാണ്. ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ആ ഇബ്രാഹിം എന്ന കുട്ടിന്റെ മൂത്ത ജ്യേഷ്ഠന്മാരായ 2 ആൺകുട്ടികളും അതേപോലെ തന്നെ 3 സഹോദരിമാരും മരണപ്പെട്ടതിന് ശേഷമാണ് ഇബ്രാഹിം എന്ന കുട്ടി എന്ത് ജനിക്കുന്നത് തന്നെ. അപ്പൊ അവിടുത്തെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നും അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാക്കണമെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അഹ്ലുബൈത്തിലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ ഇവർ 2 പേരിലൂടെയാണ് ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഇന്ന് റബീഉൽ ആഖിർ 10 ആണ്. റബീഉൽ ആഖിർ 10 വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പള്ളിക്ക് പോയാൽ അറബി മാസം എന്നാണെന്ന് മനസ്സിലാവും. ഇതേമാതിരി ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും റബീഉൽ ആഖിർ 10 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിക്കണ്ട് കടന്നാൽ ഏത് മനസ്സിലാവും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഡേറ്റുകളൊക്കെ ഈ ഇംഗ്ലീഷ് ആയതുകൊണ്ടിട്ട് ഇംഗ്ലീഷ് അടിസ്ഥാനത്തിലായതുകൊണ്ട് നമുക്ക് ഇന്ന് റബീഉൽ ആഖിർ എത്രയെന്ന് ചോദിച്ചാൽ ചിലപ്പം പറയാൻ കഴിയൂല. ഇന്ന് എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയൂല. അപ്പൊ റബീഉൽ ആഖിർ ഇന്ന് 10 ആണ്. അങ്ങനെ അവിടൊക്കെ അങ്ങനെ കാണലുണ്ട്. അത് നല്ലൊരു പരിപാടി തന്നെയാണ്. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടി വരും. അത് ശ്രദ്ധിച്ചിട്ട്, കാരണം ഡേറ്റ് അങ്ങോട്ടൊന്നും മാറാൻ പറ്റൂല. അത് കറക്റ്റായ കാര്യം നമ്മളെ ഡേറ്റ് തീരുമാനിക്കാൻ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ പിടിക്കും. മാസമൊക്കെ ഉറപ്പിച്ച് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, അങ്ങനെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നല്ല ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ പറഞ്ഞു വരുന്നത്, റബീഉൽ ആഖിർ 11-ാം രാവിനാണ് ഗൗസുൽ ആദം ജനിക്കുന്നത്. അതൊരു ശനിയാഴ്ച രാവുമായിരുന്നു. നമുക്ക് റബീഉൽ ആഖിർ നാളെ ശനിയാഴ്ചയാണ് 11. ശനിയാഴ്ചയാണ് ഗൗസുൽ ആദം ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഗൗസുൽ ആദമിന്റെ ആണ്ട് നല്ല ഫിറ്റ് ആയിട്ട് എന്നെ വന്നിരിക്കുന്നത് ശനിയാഴ്ച തന്നെയാണ് വന്നത്. ഞാനങ്ങനെ നോക്കിയപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ റബീഉൽ ആഖിർ ഇന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ന് ഗൗസുൽ ആദമിനെ പറ്റിയിട്ട് ഒരു അനുസ്മരണം നടത്താനുണ്ടിരിക്കും. അപ്പൊ 11-ാം രാവിലായതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷമായി. 11-ാം രാവ് അത് 11-ാം രാവിനാണ് ആര് ജനിച്ചിരിക്കുന്നത്? ഗൗസുൽ ആദം ജനിച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ റബീഉൽ ആഖിർ ഹിജറ 460 റബീഉൽ ആഖിറിലാണ് മഹാനവറുകൾ ജനിച്ചത്. ഗൗസുൽ ആദമിന്റെ ബാപ്പ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും ചെന്നെത്തുന്നു. ഗൗസുൽ ആദമിന്റെ ഉമ്മ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചെന്നെത്തുന്നു. അന്തൽ ഹസനിയ വൽ ഹുസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദീതമഅ എന്ന ഗൗസുൽ ആദമിനെ പറ്റി ഖുതുബിയത്തിന്റെ പേരിൽ നമ്മൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ആണ്ടുകളും പരിപാടികളൊക്കെ നടത്തും. റഹ്മാനുർ റഹീമായ അല്ലാഹു നമ്മുടെ അസുഫ ക്ലാസ്സിൽ
ഓസുൽ ആദമിന്റെ മദതും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടത്തെയും അവിടുത്തെ ഉപ്പാപ്പമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്കും എത്തുന്ന എല്ലാ ഉപ്പാപ്പമാരുടെയും അവിടുത്തെ സന്താനങ്ങളുടെയും 49 മക്കള് അവിടത്തേക്ക് ജനിച്ചിട്ടുണ്ട്. അതെല്ലാവരും ഔലിയാക്കന്മാരും സാലിഹ്യങ്ങളുമായിരുന്നു. അവിടൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കൽബൊക്കെ വൃത്തിയാക്കി ശുദ്ധിയാക്കി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കൽബാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആഫിയത്ത് സിഹത്ത് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ആശുപത്രിയിലും അതേപോലെ തന്നെ പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അങ്ങനൊക്കെ പല വിധത്തിലുള്ള വിഷമങ്ങളുണ്ട്. എല്ലാം അള്ളാഹു സലാമത്താക്കി നല്ല സന്തോഷമുള്ള തീരുമാനങ്ങളും വാർത്തകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളില്, മക്കളില്, ഭാര്യമാരില്, മരുമക്കളില്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി അവർക്കും നമുക്കും അള്ളാഹു ആഫിയത്ത് സിഹത്ത് സലാമത്ത് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഫضലു അവനക്കും വൃക്ക മാറ്റി വെക്കണമെന്ന് നിർബന്ധമായി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഗൗസുൽ ആദമിന്റെ ബർക്കത്ത് കൊണ്ട് അതിൽ നിന്നൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹമുറാഹിമായ റബ്ബ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നൽകുന്നത് നമ്മുടെ പറശ്ശേരി മുജീബ് ചെറിയമ്മദാജിക്കും ബാപ്പ ചെറിയമ്മദാജിക്കും വല്യമാക്കും വേണ്ടി ദ്വാരക്കാനാണ്. രണ്ടുപേർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗപൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.